പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനികൾ തുടങ്ങാനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനം ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ തീരുമാനം വന്ന സന്ദർഭത്തിൽ തന്നെ CPI-യും RJD എന്നീ രണ്ട് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ഇതിനെതിരായി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. CPI-യുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി തന്നെ ഇതിനെതിരായ പ്രമേയം പാസ്സാക്കിയുണ്ടായി. സംസ്ഥാന കമ്മിറ്റി കൂടി എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനികൾ വേണ്ട, കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ ജലമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുന്നത് ജനങ്ങളുടെ താല്പര്യത്തിന് ഗുണകരമല്ല എന്ന് കണ്ടുകൊണ്ടാണ് CPI-യും RJD-യും ഈ നിലപാട് പരസ്യമായി എടുത്തത്. എന്നാൽ ഇന്നലെ ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് ഈ രണ്ട് കക്ഷികൾ നിലപാട് സ്വീകരിച്ചത്. അവർ ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഉരിയാടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വരെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച CPI-യും RJD-യും എന്താണ് നിലപാട് മാറ്റിയത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നതിനെതിരെ ഒരു അക്ഷരം സംസാരിക്കാനുള്ള നട്ടെല്ല് ഈ രണ്ട് പാർട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എനിക്ക് സംശയം, ഒയാസിസ് കൊമേഴ്സ്യൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി കാണേണ്ടതുപോലെ കണ്ടപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇവർ നിലപാട് മാറ്റിയത്. അതെൻ്റെ സംശയമാണ്. കാരണം പ്ലാച്ചിമട സമരത്തിൽ ഉൾപ്പെടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഈ രണ്ട് കക്ഷികൾ എടുത്ത നിലപാടിന് പൊടുന്നനെ മാറുമ്പോൾ സ്വാഭാവികമായും ഈ സംശയം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. അവരുടെ സാമ്പത്തിക ശക്തി ഇത്ര വലുതാണ് എന്നിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. കേരളത്തിലെ CPM മന്ത്രിയും ഇത്ര കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ്? ഇത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഇവിടെ മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കേണ്ടത്? ഇവിടെ മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തുലച്ചുകൊണ്ട് വേണോ? കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന പ്രദേശം, രണ്ട് കൃഷി ചെയ്തിരുന്ന സ്ഥലത്തിപ്പോൾ ഒരു കൃഷി മാത്രം ചെയ്യുന്ന അവസ്ഥ, അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തരമൊരു മദ്യനിർമ്മാണ കമ്പനി കൊണ്ടുവരാൻ വേണ്ടി എന്ത് വാശിയാണ് മന്ത്രി രാജേഷിനുള്ളത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ PRO സംസാരിക്കുന്ന പോലെയാണ് മന്ത്രി സംസാരിക്കുന്നത്. അവരുടെ മഹത്വമാണ് ക്യാബിനറ്റ് നോട്ടിൽ പോലും ഉള്ളത്, ക്യാബിനറ്റ് തീരുമാനത്തിൽ പോലും ഉള്ളത്. ഇവിടെ എന്നും എക്സൈസ് വകുപ്പ് CPM-ൻ്റെ ഒരു കറവ പശുവാണ്. പിൽക്കാല അനുഭവങ്ങൾ അതാണ് തെളിയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് ബ്രൂവറികളും ഡിസ്റ്ററികളും തുടങ്ങാൻ മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാൻ ഏറ്റവും ശക്തമായി അതിനെ എതിർത്തതാണ്. UDF ഒറ്റക്കെട്ടായി അതിനെ എതിർത്തതാണ്. അവസാനം ഗവൺമെൻറ്റിന് ആ തീരുമാനം പിൻവലിച്ച് പുറകോട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ അതേ രീതിയിൽ തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്ന
പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ വീണ്ടും ഒരു മദ്യനിർമ്മാണ കമ്പനി, എല്ലാം കൂടെ ഒരുമിച്ചാണ്. കഴിഞ്ഞ തവണ പല ജില്ലകളിലായിരുന്നു, ഇത്തവണ ഒരുമിച്ചാണ്. ബിയറും വൈനും നിർമ്മിക്കാം, ഡിസ്റ്ററി ആരംഭിക്കാം, അതുപോലെ തന്നെ ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കാം, എല്ലാം കൂടെ ഒരുമിച്ച് 6ഓളം നിർമ്മാണ പ്ലാന്റുകൾ ഒരുമിച്ച് കൊണ്ടുവരാനെടുത്ത തീരുമാനം അന്ന് പിൻവലിച്ചതിന് ശേഷം എടുത്ത ഒരു ചിന്തയാണ്. അന്ന് ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ ഇത് വരുമായിരുന്നു. അന്ന് ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ്റിന് അത് പിൻവലിക്കേണ്ടി വന്നു. ഈ ഇടപാടിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഇത്ര വാശി എന്തിനാണ് ഗവൺമെൻറ്റിന്?